എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് കഴിഞ്ഞ ആളുകൾ എന്തു ചെയ്യും എന്ന ചോദ്യമുണ്ട്. പൂരിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ BLOയെ ഏൽപ്പിക്കണം. അതിനുവേണ്ടി BLOമാർ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ അല്ലെ കളക്ഷൻ ഹബ്ബുകൾ രൂപീകരിക്കും. അവിടെ നിങ്ങൾക്ക് അത് എത്തിക്കാവുന്നതും അത് നൽകാവുന്നതാണ്. അതിന് പുറമെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി BLA, അതായത് ബൂത്ത് ലെവൽ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അവരിലേക്കും നമുക്ക് ഇത് എത്തിച്ചു കൊടുത്തുകൊണ്ട് BLOക്ക് എത്തിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ഫോമുകളിൽ എല്ലാ ആളുകളും വീട്ടിലെ മുതിർന്ന പൗരനോ അല്ലെങ്കിൽ ആ വോട്ടറോ ഒപ്പിടൽ നിർബന്ധമാണ്. ഒപ്പിട്ട ഫോമുകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ വാലിഡ് ആയിട്ട് വരുള്ളൂ, അത് മാത്രമാണ് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിന് താഴ്ഭാഗത്ത് കാണുന്ന ഒപ്പിടേണ്ട ഭാഗത്ത് നിങ്ങൾ കൃത്യമായി ഒപ്പിടണം. വോട്ടറാണ് ഒപ്പിടുന്നെങ്കിൽ ഒന്നും എഴുതേണ്ടില്ല. വോട്ടർ അല്ല, ആ വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉപ്പയോ ഉമ്മയോ ആണ് ഒപ്പിടെങ്കിൽ എന്താണ് ബന്ധമെന്നും സൂചിപ്പിക്കുന്നത് എഴുതി വെക്കൽ അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ SIR ഫോം പൂരിപ്പിച്ച ശേഷം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോം അപ്ലോഡ് ചെയ്യുന്നത് അത് BLOമാരാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് അറിയുകയാണെങ്കിൽ BLOമാരെ വിളിച്ച് ആ കാര്യങ്ങൾ അറിയിച്ച് ആ പ്രയാസം നിങ്ങൾ തീർക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതായത് BLOമാർ തന്നെയാണ് ഈ ഫോം അപ്ലോഡ് ചെയ്യുന്നത്. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പൂരിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഫോമിന്റെ മുകളിൽ നിങ്ങൾ BLOയുടെ പേരും BLOയുടെ നമ്പറും ഉണ്ടായിരിക്കും. ആ യഥാർത്ഥ സോഴ്സിൽ നിന്നാണ് നിങ്ങളുടെ ആ ആശങ്കക്ക് പരിഹാരം കാണേണ്ടത്. അതായത് BLOയെ വിളിച്ചിട്ട് നിങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞു തന്നാൽ വളരെ കൃത്യമായി തന്നെ BLO അത് ദൂരീകരിച്ചു തരും. അല്ലാതെ നാട്ടിലുള്ള ആരെങ്കിലും ചോദിച്ചുകൊണ്ട് നിങ്ങൾ ആ പരിസരത്തിന് പരിഹാരം കാണുമ്പോൾ നിങ്ങളുടെ ഫോം തെറ്റുകയും പിന്നീട് BLOക്ക് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. പിന്നീട് നിങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ BLOക്ക് സാധിച്ചോളമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോമിന് മുകളിൽ തന്നെ ആ BLOയുടെ പേരും ഫോൺ നമ്പറും ഉണ്ടാവും. ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഫോം പൂരിപ്പിക്കുക. കേവലം 2-3 മിനിറ്റ് കൊണ്ട് പൂരിപ്പിക്കാവുന്ന ഒരു ഫോം ഒരു പക്ഷേ നിങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിങ്ങൾ കൃത്യമായി പൂരിപ്പിച്ച വളരെ എളുപ്പവുമാണ്. അത് ആശങ്കക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കക്കും അതിൽ ഉദിക്കുന്നില്ല എന്നുകൂടി പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് EF എന്ന് പറയുന്നത് അല്ലെങ്കിൽ SIR എന്ന് പറയുന്ന പ്രക്രിയ വളരെ ലളിതവും അതോടൊപ്പം സുതാര്യവുമാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക.